ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിൻ്റെ സൂം മീറ്റിംഗ് 1 മണിക്കൂറിലധികം നീണ്ടുന്ന സൂം മീറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാരിക്കയുടെ ചില ഡയലോഗുകളാണ്. ബാരിക്ക പറഞ്ഞിരിക്കുന്നത് MLA മാരെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ ബാരിക്ക പറഞ്ഞിട്ടുണ്ട്. ഈ MLA മാർക്കൊക്കെ എന്താണ് പണി? MLA മാർ എന്തിനാണ് നിയമസഭയിൽ പോകുന്നത്? നമ്മൾ 140 MLA മാരെയും മന്ത്രിമാരെയും എല്ലാവരെയും കണ്ട് നിവേദനം കൊടുത്ത് അവർ അത് ഇവിടെ നിയമസഭയിൽ ചർച്ചയാക്കിയില്ല, നിയമസഭയിൽ എല്ലാവരും കൂടി പറഞ്ഞ് ബഡ്സിൻ്റെ കേസ് പിൻവലിച്ചില്ല എന്നൊക്കെയാണ് ബാരിക്ക പറയുന്നത്. ബാരിക്ക മനസ്സിലാക്കേണ്ടത്, നിങ്ങളപ്പരൊക്കെ ഇപ്പം എല്ലാവരും ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് തന്നെ അവർക്ക് അപമാനമാണ് എന്നാണ് പറയാനുള്ളത്. നമുക്കറിയില്ലേ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ, നമ്മുടെ സ്വർണ്ണക്കൊള്ള, അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ള കേസിലൊക്കെ അവരെ കൂടെ ആരൊക്കെ നിന്നോ അവരൊക്കെ ഇപ്പം അപമാനിതരായിരിക്കുകയാണ്. അവരൊക്കെ ഓർത്തിട്ടുണ്ടാവില്ല ഇത്രയും വലിയ പെരുങ്കള്ളനാണോ നമ്മുടെ കൂടെ ഉള്ളത് എന്നുള്ളത്. അത് എല്ലാ പാർട്ടിക്കും, ഇടതുപക്ഷത്തിനായാലും കോൺഗ്രസിനായാലും കുരുക്കായി വന്നിരിക്കുകയാണ്. അപ്പോൾ അതുപോലെയാണ് ഹൈറിച്ചിൻ്റെ കാര്യം. അപ്പോൾ ഈ 140 MLA മാരും പുറത്ത് പറയാൻ പറ്റാത്ത അപമാനത്തിലാണ് നിങ്ങളെ എപ്പോഴും ഉള്ള സെൽഫി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ തോതിൽ പണം ഉണ്ടാക്കിയവരാണ്. ഇപ്പം പണം പോയവരുടെയൊക്കെ പണം നിങ്ങളുടെയൊക്കെ കയ്യിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾ ചെയ്തത് വെറും പക്ക മണീച്ചനാണെന്ന് ഈ 140 MLA മാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഷാഫി പറമ്പിൽ വടകര MP ഒക്കെ ഫോൺ വെച്ച് പോയി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളോട് എന്താണ് പറയേണ്ടത്? നിങ്ങൾ ഈ മണീച്ചനും കൊണ്ട് നമുക്ക് മണീച്ചൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ അനുവാദം തരണമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതോടുകൂടി അദ്ദേഹത്തിൻ്റെയൊക്കെ രാഷ്ട്രീയ ഭാവി അവസാനിക്കും എന്നുള്ളതാണ്. ഒരു തോറ്റ MLA ആണ് നിങ്ങൾക്ക് ആകെ ആശ്വാസം പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. അദ്ദേഹവും പറഞ്ഞു എല്ലാവരും നിങ്ങൾക്കെതിരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് സ്കൂളിൽ പോയ ചോറ് വയ്ക്കുന്ന 2 ഓപ്ഷനുള്ളത്. ഒന്ന്, സ്കൂളിൽ പോയവർക്കൊക്കെ അറിയാം ഇത് മണീച്ചേരാണെന്ന്. രണ്ടാമത്, ചോറ് വയ്ക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും മലയാളികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ചോറ് വയ്ക്കണം. ചോറ് വയ്ക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് മണീച്ചേരാണെന്ന്. ഈ കേസ് അല്ലെങ്കിൽ ഇപ്പം തിരിച്ചു കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് നടന്ന് അവസാനം ജനങ്ങൾക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടക്കുന്നതെന്ന് പറയുന്ന ആ 2 മഹത് വ്യക്തികൾക്കും അറിയാം ഇത് മണീച്ചനാണ് എന്നുള്ളത്. അത് ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ് അദ്ദേഹം പണ്ടും പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും പണം കിട്ടട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ബാരിക്ക മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ പറയുന്ന പോലെ മാറി നിൽക്കുന്നോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നൊന്നും പറയാൻ ഈ 140 MLA മാർക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വാങ്ങി വെക്കും. അത് ഏതെങ്കിലും ഫയലിടും. ചില ആൾക്കാർ ചിലപ്പോൾ അത് ചവറ്റുകൊട്ടയിലിട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബാരിക്ക തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്കൊന്നും പണം കിട്ടാൻ ഇല്ല എന്നുള്ള സത്യവും ബാരിക്ക പറഞ്ഞിട്ടുണ്ട്. ബാരിക്കയെല്ലാം ഈ പുതപ്പ് വിറ്റിട്ടോ അല്ലെങ്കിൽ ചായപ്പൊടി വാങ്ങിയിട്ടോ പുതപ്പ് വാങ്ങിയിട്ടോ കമ്പനിയിൽ ജോയിൻ ചെയ്തതാണ്. ബാരിക്ക ഇതിനു മുന്നും ഇതുപോലെയുള്ള തട്ടിപ്പുകളൊക്കെ ചെയ്ത ഒരാളും കൂടിയാണ്. അപ്പോൾ പിന്നെ ക്രിപ്റ്റോ നടത്തി കാർ കിട്ടി, ബില്യണറാണ് എന്നൊക്കെയുള്ള പോസ്റ്റർ അടിച്ചതും ബാരിക്ക തന്നെയാണ്. അല്ലാതെ നമ്മളൊന്നും വന്നിട്ട് അടിച്ചതല്ല ആ പോസ്റ്ററുകളൊന്നും. അപ്പോൾ അതൊക്കെ കളവായിരുന്നോ ബാരിക്ക എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്ന് പറയുന്നത്, എന്തൊരു മഹാമനസ്കതയാണ് നമ്മുടെ ദൈവപുത്രന്മാർക്ക് എന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. എന്തൊരു മഹാമനസ്കതയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കഴിഞ്ഞ ഒരു സെപ്റ്റംബറോടുകൂടി കേസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതാണ് ഈ ദൈവപുത്രന്മാർ. അപ്പോൾ ഈ ദൈവപുത്രന്മാർ ഇടുന്ന വോയിസുകളാണ് എല്ലാവർക്കും അപ്ഡേഷൻ കൊടുക്കുന്നത്.
അപ്പോൾ അവരെ തന്നെ അവസാനം ശ്രീനാമാടത്തിൻ്റെ അടുക്കുന്ന പണം വാങ്ങിയ ആൾ അല്ലെങ്കിൽ കമ്പനിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും പണം വാങ്ങാൻ വേണ്ടിയിട്ടും വന്നവരാണ്, അവരൊന്നും ലീഡർമാരല്ല എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ കോടിപതി ആകാൻ വേണ്ടിയിട്ട് നടന്ന ഒരുത്തൻ, ക്യാമറയും തൂക്കി നടന്ന ഒരുത്തൻ പറഞ്ഞപ്പോൾ എത്ര വേഗമാണ് അതിനൊക്കെ നമ്മുടെ റാംജി റാവു സ്പീക്കിങ്ങിലാണോ അല്ലെങ്കിൽ ഏത് സിനിമയിലൊന്നും നല്ലവനായ മറ്റേ എന്താണ് ക്ഷമിച്ചിരിക്കുന്നു, എത്ര വേഗമാണ് ക്ഷമയൊക്കെ സ്വീകരിച്ച് പിന്നെ അവർക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് പറയാനുള്ളത് നമ്മുടെ ശ്രീനാമാടത്തിനെ കുറിച്ചാണ്. ശ്രീനാമാടത്തിൻ്റെ ഒരു വോയിസ് ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ട്, കേൾക്കാനിടയായി. അതിൽ പറയുന്നത് പിന്നെ നിങ്ങൾക്കൊക്കെ അത്യാർത്തി കൊണ്ടല്ലേ ഇതിൽ പണമിട്ടിരിക്കുന്നത് എന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം സമ്മതിക്കുകയാണ് ചില ആൾക്കാർ, ചില സൊസൈറ്റിയുടെ ആൾക്കാർ അത് വന്ന് അതിനെ ന്യായീകരിച്ച് സമ്മതിക്കുന്നതായും കേൾക്കാനിടയായി. അദ്ദേഹം പറയുന്നത് ലീഡർമാർ വന്നിട്ട് 10,000 ഇട്ട് കഴിഞ്ഞാൽ ആഴ്ചക്ക് 500 രൂപ കിട്ടും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെങ്കിൽ എൻ്റെ അത്യാർത്തി കൊണ്ട് ഞാൻ 10,000 ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ 10 ലക്ഷം ഇട്ടു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം പോയി കിട്ടി എന്നതാണ്. അപ്പോൾ ലീഡർ പറഞ്ഞത് നിങ്ങളൊരു 10,000-ൻ്റെ ഡിജിറ്റൽ ID നിക്ഷേപം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴ്ചക്ക് 5,000 കിട്ടും, അല്ല 500 കിട്ടും. അതിൻ്റെ 3 ഇരട്ടി 30,000 ആകുമ്പോഴേക്കും കിട്ടുമെന്നാണ് ലീഡർ വന്ന് പറഞ്ഞത്. എന്നാൽ അത്യാർത്തി മൂത്ത് 10,000 ഇട്ടാൽ 500 അല്ലേ കിട്ടുള്ളൂ. എന്നാൽ എനിക്ക് അതൊന്നും പോരാ, എനിക്ക് 5,000 തന്നെ വേണം എന്ന് വിചാരിച്ച് 10 ലക്ഷം കൊണ്ടിട്ട ആൾക്കാരുണ്ട്. 10 ലക്ഷം, ചില ആൾക്കാർ 10 ലക്ഷം ഇടുന്നു, ചില ആൾക്കാർ 30 ലക്ഷം ഇടുന്നു, ചില ആൾക്കാർ കോടികൾ കൊണ്ടിടുന്നു. 2.5 കോടിയൊക്കെ ഇട്ടിട്ട് ഗ്രൂപ്പുകളിൽ കരഞ്ഞു നടക്കുന്ന ചില ആൾക്കാരെയും നമ്മൾ കാണാനിടയായി. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ശ്രീനാഥ് പ്രതാപൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ചില ആൾക്കാരെങ്കിലും അത്യാർത്തി കൊണ്ടാണ് ഇതിൽ പണം ഇട്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്കാരൊക്കെ ഈ ഒരു കാൽക്കുലേഷൻ്റെ പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചില ലീഡർമാർ, കുട്ടി ലീഡർമാരൊക്കെ അവർക്ക് 10,000 ഇട്ടിട്ട് ഒരു ടെസ്റ്റ് നോക്കി ആഴ്ചക്ക് 100 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കൂട്ടി കടം വാങ്ങിയിട്ടും സ്വർണം പണയം വെച്ചിട്ടും ഒക്കെ ആൾക്കാർ ഇട്ടു. അപ്പോൾ ഇതാണ് ശരിക്ക് സത്യം. എന്തായാലും ശ്രീനാഥ് പ്രതാപൻ പറഞ്ഞത് ചില ആൾക്കാരുടെ കാര്യത്തിൽ വളരെ സത്യമാണ്. ചില ആൾക്കാർ അത് നിവൃത്തികേട് കൊണ്ട് ലീഡർമാർ പറയുന്നത് കേട്ട് ഇവർക്ക് എന്തോ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ കമ്പനിയാണെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇവർക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനൊക്കെ ഉള്ള അനുമതിയുണ്ട് എന്നൊക്കെ തെറ്റിദ്ധരിച്ച്, അവർക്ക് അതിൻ്റെ വിദ്യാഭ്യാസമേ ഉള്ളൂ, അങ്ങനെ തെറ്റിദ്ധരിച്ച് ലോൺ എടുത്തും സാധാരണ നമ്മുടെ സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലെയുള്ള NBFCയിലോ ഒക്കെ ഇടുന്ന പോലെ ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കുമിഞ്ഞു കൂടുന്ന ലാഭമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അവർ അതിൽ കൊണ്ടിട്ടുകയാണ്. എല്ലാവരും അത്യാർത്തി കൊണ്ടല്ല, അത് ഞാൻ പിന്നെ അങ്ങനെ പറയുന്നില്ല. എന്തായാലും ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇന്ന് ചില ആൾക്കാരൊക്കെ ജോലി രാജിവെച്ച് ഇട്ടു, അവരൊക്കെ അത്യാർത്തി കൊണ്ട് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജോലിക്ക് പോകേണ്ട, ഞായറാഴ്ച അല്ലെങ്കിൽ ഒരാളെ ചേർക്കുമ്പോൾ ഇത്ര. ഞാൻ ഓർക്കുന്നത് നമ്മുടെ അഭിലാഷിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ എങ്ങനെയാണ് 2,000 ആൾക്കാരെയൊക്കെ ചേർത്തിരിക്കുന്നത്, എന്താണല്ലേ. അപ്പോൾ അതാണ് അവസ്ഥ. 2,000 ആൾക്കാരെയൊക്കെയാണ് ചേർക്കുന്നത്. ഇത്രയും മണ്ടന്മാരാണോ, ചോറ് വയ്ക്കാത്തവരാണോ നമ്മുടെ മലയാളികൾ എന്ന് ചിന്തിച്ചപ്പോൾ പ്രതാപൻ എന്താണ് ചെയ്തത്? നിങ്ങളുടെയൊക്കെ പണം വാങ്ങി പല ബാങ്കുകളിൽ പല അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൽ കൊണ്ടിട്ടു. ചിലത് കറണ്ട് അക്കൗണ്ടിൽ, ചിലത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ, കുറച്ച് പണം മക്കളുടെ അക്കൗണ്ടിൽ, കുറച്ച് പണം ഭാര്യയുടെ അക്കൗണ്ടിൽ, അങ്ങനെ. എനിക്ക് എൻ്റെ ബലമായ സംശയം എന്ന് പറയുന്നത് ഈ ബാക്കി വരുന്ന തുക എന്ന് പറയുന്നത് പിൻവലിക്കാൻ പറ്റാത്ത തുകയാണ്.
ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ഇട്ടതുകൊണ്ട് ചിലപ്പോൾ അത് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല എന്നോ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഈ 212 കോടി രൂപ ബാങ്കുകളിൽ ബാക്കിയായത്. അല്ലെങ്കിൽ അതും ഉണ്ടാവുമായിരുന്നില്ല എന്നാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നില്ലേ എന്ന്. ഈ ഒരു കേസ് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല. പ്രതാപൻ എന്ന് പറയുന്നത് ഇതിനു മുന്നും ജയിലിൽ കിടന്നവനാണ്, ഇതിനു മുന്നും തട്ടിപ്പ് നടത്തിയവനാണ്, ആ കേസ് നടത്തിയവനാണ്. അല്ലാതെ ഇത് പിന്നെ ആദ്യമായി നടത്തുന്ന കേസോ അല്ലെങ്കിൽ ഇങ്ങനെ മുങ്ങിപ്പോകണമെന്നോ പിന്നെ ഒന്നും കാര്യമില്ല. പക്ഷെങ്കിൽ പ്രതാപനറിയാം എങ്ങനെ കേസ് നടത്തിക്കൊണ്ടു പോകാം, എന്തൊക്കെ രീതിയിൽ നമുക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് കോടതിയിൽ എന്തൊക്കെ ഹർജികൾ കൊടുത്ത് ഇത് നീട്ടിക്കൊണ്ടു പോകാം എന്ന്. 2010 പൂട്ടിയ ഗ്രീൻകോ കേസിലെ വെറും 15 FIRകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ കേസാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 2018 അതിൻ്റെ ഒരു വിധി വന്ന സമയത്ത് അതിൻ്റെ അപ്പീൽ ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 2010 കേസ് 2025 തീരുകയാണെങ്കിൽ എന്തായാലും അത് എനിക്ക് തോന്നുന്നു 3 കോടിയോ അങ്ങനെയെന്തോ ആണെന്ന് തോന്നുന്നു ടോട്ടൽ തട്ടിപ്പിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് 3000 കോടിയാണെങ്കിലും അത് 10-15 കൊല്ലം മാത്രം ഇങ്ങനെ കേസ് നടത്തി അവസാനം എന്തെങ്കിലും പിഴയടച്ച് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ബാക്കി തുക അനുഭവിക്കാം എന്നുള്ള അനുഭവ സമ്പത്തിൻ്റെ പുറത്താണ് പ്രതാപൻ കളിക്കുന്നത്. അല്ലാതെ പ്രതാപൻ അതുകൊണ്ടാണ് എനിക്ക് പുറത്ത് വരണ്ട, ഞാൻ ജയിലിൽ തന്നെ കിടന്നോളാം എന്ന് പറയുന്നത്. ഇപ്പോൾ കിടക്കുന്ന ഓരോ ദിവസവും അത് ഭാവിയിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം കിടന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനിടയ്ക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് മണി ഇട്ടവർ, വലിയ വലിയ നിക്ഷേപം ഇട്ടവർ, കയ്യൂക്കുള്ളവർ എല്ലാവരും തന്നെ പ്രതാപൻ്റെ കൊട്ടു പൊറുക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അവനെന്തായാലും ഗുണ്ട സംരക്ഷണമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ആൾക്കാർ അവൻ്റെ പുറത്ത് പൂരക്കളി കളിക്കും. അതുകൊണ്ടാണ് അതൊക്കെ കൊണ്ടാണ് ഇതിലൊരു തീരുമാനമാകാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് നമ്മുടെ ന്യൂട്ടൺസ് ലോ 3 ഓപ്ഷൻ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്തതിൽ. ബൈ.